ഹലോ, ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് നഴ്സറിയിൽ നിന്നൊക്കെ വാങ്ങിയിട്ടുള്ള റോസ് പ്ലാന്റ് നല്ല ഭംഗിയിൽ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് റീപോർട്ട് ചെയ്ത് കൊടുക്കുന്നതെന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ടി മിക്സ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാരണ മണ്ണാണ് എടുത്തിരിക്കുന്നത്, നമ്മൾ പറമ്പിൽ നിന്നാണ് എടുത്തിരിക്കുന്ന മണ്ണാണ്. അധികം വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിലുള്ള മണ്ണ് വേണം എടുക്കാനായിട്ട്. ഈ മണ്ണ് ഇതിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിയുടെ അരഭാഗത്തോളാണ് ഞാൻ മണ്ണിട്ട് കൊടുത്തിരിക്കുന്നത്. മണ്ണിട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലോട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ചാണകപ്പൊടി ഇത്തിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണമെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചട്ടിയിലോട്ട് ഇട്ടാലും കുഴപ്പമില്ല. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിന് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതാണ് നമ്മൾ നടാൻ പോകുന്ന റോസ് പ്ലാന്റ്. ഇതാണ് നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള പ്ലാന്റ് കേട്ടോ. ഇതൊരു പിങ്ക് കളർ അല്ലെങ്കിൽ ഒരു ഡാർക്ക് പിങ്ക് കളർ വരുന്നൊരു പ്ലാന്റ് ആണ്. അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ്. നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മൾ നോക്കി വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ അടിയിൽ ഇത് റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് റിപ്പോർട്ട് ചെയ്യാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ നഴ്സറിയിൽ നിന്ന് എപ്പോൾ പ്ലാന്റ് വാങ്ങിയാൽ നമ്മൾ കൊണ്ടുവന്ന് അപ്പം തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലത്തെ അറ്റ്മോസ്ഫിയറൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഒരു 2 ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ വെച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തൊന്ന് പരിപാലിച്ചതിന് ശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. പിന്നെ ഇതേപോലെ എന്തെങ്കിലും അസുഖം വന്നിട്ട് ലീവ്സോ അല്ലെങ്കിൽ അങ്ങനെ ഡെഡായിട്ട് ലീവ്സൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളയാതെ. ഇവിടെ കണ്ടാൽ കാണാൻ പറ്റും ഒരു യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ ആ ലീഫിന് വന്നിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്ത് കളയാം. അതുപോലെ വാടിയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ അതിൽ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഓൾഡ് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് കളയുമ്പോൾ അവിടുന്ന് പുതിയ ബ്രാഞ്ചസൊക്കെ മുളച്ച് വരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഓൾഡ് ഫ്ലവേഴ്സ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊരു സ്റ്റെമ്മും കൂടി നമ്മൾ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്കിനി ഈ ഒരു നഴ്സറി ബാഗ് നമുക്ക് അതുപോലെ മുറിച്ച് കൊടുക്കാം. ബ്ലേഡോ അല്ലെങ്കിൽ സിസറോ ഉപയോഗിച്ചിട്ടാണ് നമുക്ക് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ കവറ് കംപ്ലീറ്റ് ആയിട്ട് ഇതേപോലെ റിമൂവ് ചെയ്ത് കളയാം. ഇതിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ റൂട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഭയങ്കര ചെളിയോട് കൂടിയിട്ട് മേലെ കട്ട് ചെയ്ത് നിൽക്കുന്നൊരു ടൈപ്പ് മണ്ണാണ്. അപ്പോൾ ഇത് നന്നായിട്ട് റൂട്ട് വന്നിട്ടുള്ളൊരു പ്ലാന്റ് ആയിട്ട് ഞാൻ കുറച്ച് മണ്ണൊക്കെ ഇതിന് റിമൂവ് ചെയ്ത് കളയാണ്. റൂട്ട് നന്നായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ റൂട്ടൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ റൂട്ട് നമ്മളിങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് പ്ലാന്റിന് ഇത് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്തുകൊണ്ട് പ്ലാന്റ് വാടിപ്പോവോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ റൂട്ടൊക്കെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എല്ലാ പ്ലാന്റിലും ഇങ്ങനെ റൂട്ട് ഇങ്ങനെ ട്രിം ചെയ്ത് കൊടുക്കേണ്ടി വരില്ല. ചില പ്ലാന്റ്സ് ഇപ്പോൾ ഞാൻ കവർ എടുത്തിട്ട് അങ്ങനെ തന്നെ വെക്കാറുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ചെളിയോട് കൂടിയിട്ട് നല്ല മണ്ണിനെ കട്ട പിടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് കുറച്ച് റിമൂവ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ റൂട്ടിന് ബ്രീത്ത് ചെയ്യാനും പറ്റും. അതിന് നമ്മൾ ഇതിലോട്ട് ചെടി ഡയറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നടുമ്പോൾ നമ്മൾ റൂട്ടൊക്കെ ട്രിം ചെയ്ത് നട്ടതുകൊണ്ട് തന്നെ ചാണകപ്പൊടിയൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ആ വളം അതിനെ വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. പ്ലാന്റ് നല്ല ബുഷിയായിട്ട് വളരാൻ വേണ്ടിയിട്ടും ഒരുപാട് നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവാനൊക്കെ ആയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. നന്നായിട്ട് നനച്ച് കൊടുക്കുക. കാരണം ഡ്രൈ ആയിട്ടുള്ള ചാണകപ്പൊടിയും ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് വെള്ളം നന്നായിട്ട് ഊർന്നു പോകുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നനച്ച് കൊടുക്കുക. അതിനുശേഷം കുറച്ച് നാൾ ഈ ചെടി നമ്മൾ തണലത്ത് തന്നെ വയ്ക്കുക. പുതിയ തളിരിലകളും അതേപോലെ അതൊന്ന് കുറച്ച് നാൾ വലുതാവണ വരെ ഇത് തണലത്ത് തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേ രീതിയിൽ നട്ട് കൊടുത്തിട്ടുള്ള മറ്റൊരു റോസ് പ്ലാന്റ് ആണിത്. ഇതിൽ അത്യാവശ്യം നന്നായിട്ട് മുട്ടും വന്നിട്ടുണ്ട്. അതേപോലെ നന്നായിട്ട് പൂക്കളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.